അർത്തുങ്കൽ തിരുനാളിനോട് അനുബന്ധിച്ച് ഓഷ്യൻ കാർണിവൽ ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ അർത്തിങ്കൽ മകരം തിരുനാളിനോടനുബന്ധിച്ച് അർത്തിങ്കൽ ഓഷ്യൻ കാർണിവൽ എന്ന പേരിൽ ഒരു മറൈൻ എക്സ്പോ നമ്മൾ അർത്തിങ്കൽ ബീച്ചിൽ നടത്തുകയാണ്. അതിൻ്റെ ഇനാഗ്രേഷൻ ജാനുവരി 11-നാണ്. പ്രമുഖ സിനിമാ നടി അതിഥി രവിയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അതിൽ 50,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലെ വിവിധ ദൃശ്യ കലാ മേളയുടെ ഒരു സംഗമമാണിത്. ഞാൻ എന്തൊക്കെ അട്രാക്ഷൻസാണ് അതിലുള്ളതെന്നൊന്ന് വിശദീകരിക്കാം. ഇതിൻ്റെ ഗേറ്റ് അർത്തിങ്കൽ പള്ളിയുടെ ചരിത്രം വിളിച്ചോതുന്ന ഒരു ഗേറ്റ് ഒരു ഫേമസ് ആർട്ടിസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു ഷിപ്പാണ്. അർത്തിങ്കൽ പുണ്യാളൻ്റെ തിരുസ്വരൂപം പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതൊരു ഷിപ്പിലാണെന്നുള്ളൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ ആ ഷിപ്പിൻ്റെ രൂപത്തിലുള്ളൊരു ഗേറ്റാണ് നമ്മൾ ഈ മേളയുടെ കവാടമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു മൂണിനെ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ പ്രകാശം പരത്തുന്ന ഒരു മൂൺ ഷിപ്പിൻ്റെ മുകളിലായിട്ടുണ്ടാവും. അതിലൂടെ കടന്നകത്തോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 4 അണ്ടർ വാട്ടർ ടണലുകളാണ്. ബോണ്ട് വാട്ടർ സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഷ്യാനോസ് അർത്തിങ്കൽ ഓഷ്യൻ കാർണിവൽ ജനുവരി 11-ന് തുടങ്ങുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 5:30-ന് ചലച്ചിത്ര താരം അതിഥി രവി കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. അർത്തിങ്കൽ പെരുന്നാളിനൊപ്പം ആഴക്കടലിനെ അറിയാം എന്ന സന്ദേശവുമായി അർത്തിങ്കൽ ബീച്ചിൽ സജ്ജീകരിച്ച നിർമ്മിത ആഴക്കടൽ കൊട്ടാരത്തിലാണ് വർണ്ണവിസ്മയം തീർക്കുന്ന കാഴ്ചകൾ ഒരുക്കുന്നത്. വിജ്ഞാനവും വിനോദവും പ്രകൃതി ഭംഗിയും നിറഞ്ഞ കാർണിവൽ 2 മാസം പ്രവർത്തിക്കുമെന്ന് ഇവന്റ് ഡയറക്ടർ ജാക്സൺ പീറ്റർ, ഡയറക്ടർ കിഷോർ നായർ, സിനീത് ആർ രേഷ്മ എന്നിവർ അറിയിച്ചു. സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ടണൽ, ഫീമൻ അക്വേറിയം, ലൈവ് സ്കൂബ, മത്സ്യകന്യക, കടലിലെ രഹസ്യങ്ങൾ വെളിവാക്കുന്ന റോബോട്ടിക്സ് ആൻഡ് AR/VR പവലിയനുകളിൽ പക്ഷികളുടെ പ്രദർശനം, ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. 50,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഇവ സജ്ജമാക്കിയിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ പകൽ 2 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. ശനിയാഴ്ചയും ഞായറാഴ്ചയും അവധി ദിവസങ്ങളിലും രാവിലെ 11 മുതൽ രാത്രി 10 വരെയാണ് പ്രവേശനം. മാർച്ച് 11-ന് കാർണിവൽ സമാപിക്കും. ഓരോ ടണലും ഓരോ സ്പീഷ്യസിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഒരു ടേർട്ടിൽ, വലിയൊരു ആമത്തുരംഗം എന്ന് പറയാം. ആമയുടെ രൂപാകൃതിയിലുള്ളൊരു ടണലാണ്. ഇതുകൂടാതെ ഒരു ഷിപ്പിൻ്റെ രൂപാകൃതിയിലുള്ള ടണലുകളുണ്ട്. മെട്രോ ട്രെയിനെ വിളിച്ചോതുന്ന ടണലുകളുണ്ട്. അതിനുശേഷം നമുക്ക് ലൈവ് പെർഫോമൻസ്, സ്കൂബ ഡൈവേഴ്സും മെർമെയ്ഡ്സും കടലിൻ്റെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിപ്പിക്കാൻ നമ്മളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്ന പെർഫോമൻസ് നമുക്ക് ലൈവായിട്ട് കാണാം. വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് മെർമെയ്ഡ്സ് നമ്മോടൊപ്പം എത്തിച്ചിരുന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഓഷൻ ഈസ് അവർ ഹോം, വി ഡു എക്സിസ്റ്റ്, ഡോണ്ട് പൊല്യൂട്ട് ഓഷൻ. അപ്പോൾ ആ ഒരു മെസ്സേജ് ജനങ്ങളിൽ എത്തിക്കാനാണ് ആ ഒരു മെർമെയ്ഡിൻ്റെ പെർഫോമൻസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 5,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ AR/VR റോബോട്ടിക്സ് പവലിയനുണ്ട്. ഈ AR/VR റോബോട്ടിക്സ് പവലിയനിൽ നിത്യജീവിതത്തിൽ ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോബോട്ടുകളുടെ പ്രദർശനവും അവയുടെ ഉപയോഗവും, ഫോർ എക്സാമ്പിൾ കുക്കിംഗ് റോബോട്ടുകൾ എങ്ങനെ കിച്ചണിൽ നമ്മളെ സഹായിക്കാം, കൃഷി ചെയ്യുന്ന ഫാമിംഗ് റോബോട്ട്സ്, കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഡ്രോണുകൾ, ഇതുകൂടാതെ 3D പ്രിൻറ്റിങ്. നമ്മൾ പലരും 3D പ്രിൻറ്റിങ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് 3D പ്രിൻറ്റിങ് എന്ന് നമുക്ക് നേരിട്ട് കാണാനും നമ്മളുടെ മുമ്പിൽ തന്നെ 3D പ്രിൻറ്റ് ചെയ്ത ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ സഹായിക്കുന്ന ഒരു അവസരവും അവിടെയുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സിൻ്റെ ഉൾവശം, അത് വളരെ വിജ്ഞാനപ്രദമാണ്. കുട്ടികൾക്ക്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും ഈവൻ മുതിർന്നവർക്കും റോബോട്ടിക്സിൻ്റെ പ്രവർത്തന രീതികളും അതിൻ്റെ അൽഗോരിതംസും ഒക്കെ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ വിസ്തൃതമായ 5,000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.